ബിരിയാണി സിമ്പിളായി വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ? നോക്കാം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയാണ്. സവാള അരിഞ്ഞത്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, മല്ലി, പുതിനയില. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് മാരിനേഷൻ ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരിയും എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്തതാണ്. ഇത് ചിക്കന് വേണ്ടിയിട്ടുള്ള മാരിനേഷൻ മാത്രമാണ്. മുളക് പൊടി, ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്തത് അരച്ചെടുത്തതാണ്. അല്പം കൂടി ഇട്ട് കൊടുക്കാം. ഒരു നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം. ഉപ്പ് അല്പം കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമുക്കിത് നന്നായി തിരുമ്മി ചിക്കനിൽ പിടിപ്പിക്കാം. അപ്പോൾ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി അത് 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അന്നേരത്തേക്ക് ഇത് കറക്റ്റായി മസാല ഇതിനുള്ളിലേക്ക് പിടിക്കും. ജീരകശാല അരിയാണ് എടുക്കുന്നത്. നമുക്ക് അരി നമുക്കിത് കഴുകി വാരിയെടുക്കാം. ഓണിയൻ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓണിയൻസ് ആഡ് ചെയ്യാം. നമുക്കിത് കരിഞ്ഞു പോകാതെ നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയും ഓണിയൻ ഫ്രൈ ആയാൽ മതി. നമുക്ക് ഇനി ഇത് വാരിയെടുക്കാം. ഇതിലും കൂടുതൽ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഫയർ സ്ലോ ആക്കാൻ ശ്രദ്ധിക്കുക. നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്നട്ട് ആഡ് ചെയ്യാം. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന കിസ്മിസാണ്. കിസ്മിസും ഇട്ടു. നമുക്കിനി ഇത് കോരി മാറ്റാം. പാൻ ചൂടായിട്ട് നമുക്ക് ചിക്കൻ വറുക്കാനുള്ള ഓയിൽ അതിലേക്ക് ആഡ് ചെയ്യാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്ത് 2 വശവും മാറി മാറി ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ചിക്കൻ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡും ആകട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ സെറ്റായിട്ട് നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് നെക്സ്റ്റ് ബാച്ചും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് 2 വശവും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിനി അത് കോരി മാറ്റാം. ഇതിപ്പോൾ ഹാഫ് ഡൺ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ബാക്കി നമുക്ക് ഗ്രേവിയിൽ ബാക്കി കുക്കിംഗ് കൂടെ ആകും. അപ്പം അങ്ങനെ ചിക്കൻ മുഴുവൻ വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിനി റൈസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനതിനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അത് ചൂടാകട്ടെ. കുക്കർ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഓക്കെ, ഓയിൽ അത് മതി. ഇനി അതിലേക്ക് നമുക്ക് ഗീ ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒണിയനും കൂടി ഇതിലേക്ക് ഇപ്പം തന്നെ ഇടാം. ഞാനൊരല്പം ക്യാരറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് ഓപ്ഷണലാണ്. ഇനി ഇത് നന്നായി
മിക്സ് ചെയ്യാം. മിക്സായി അതൊന്ന് നന്നായി സോട്ടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. 3.5 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതേ അളവിൽ ഇരട്ടിയായിട്ടാണ്. അപ്പോൾ 7 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും ഒരുപടി മുന്നിൽ നിൽക്കണം, കാരണം റൈസ് കുക്കായി വരുമ്പം പാകത്തിനാകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരല്പം ഫ്രൈഡ് ഓണിയൻസും കാഷ്നട്ടും കിസ്മിസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം മല്ലിച്ചപ്പും പുതിനയിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് അടയ്ക്കാം. ഇതിനകത്ത് നമ്മൾ വിസിൽ വെച്ചിട്ടില്ല. വിസിൽ വയ്ക്കാതെ നമുക്ക് 10 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാം. അത് സ്ലോ ഫയറിൽ വേണം വയ്ക്കാൻ. 10 മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറക്റ്റ് ടൈം ശ്രദ്ധിക്കണം. അപ്പോൾ റൈസ് അവിടെ സെറ്റ് ആകട്ടെ. നമുക്കിവിടെ ഗ്രേവിക്കുള്ള പരിപാടി നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകട്ടെ. നമുക്ക് ഫയർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു കഷ്ണം പട്ടയും 2-3 പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓണിയൻസ് ആഡ് ചെയ്യാം. നമുക്കിത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. ഉപ്പിടാം, ഗ്രേവിക്ക് ആവശ്യമായത്. നമുക്കിതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞതിടാം, നടുവേ കീറിയത്. ഇതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലും കൂടെ ഞാൻ അല്പം ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. നന്നായി ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിതിലേക്ക് ഇത് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റും കൂടെ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി വഴറ്റിയെടുക്കാം. ഇത് ചേർക്കാം. ആദ്യം അല്പം മഞ്ഞൾപ്പൊടി, ഇനി അതിലേക്ക് ഒരല്പം മുളക് പൊടി. നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ചിക്കനുള്ള മസാല നമ്മൾ ഓൾറെഡി അതിനകത്ത് ഫ്രൈ ചെയ്തപ്പോൾ ആക്കിയതാണ്. അപ്പോൾ ഈ ഗ്രേവിക്കുള്ള കുറച്ച് മതി, ഒത്തിരി വേണ്ട, മുളക് പൊടി. ഇനി അതിലേക്ക് ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നത്. അതും ഒരല്പം. ഇനി അതിലേക്ക് ഒരല്പം ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊടികൾ തീർന്നു. ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്നവരെ ഇളക്കിയെടുക്കാം. അപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമണം എല്ലാം മാറി ഇതിലേക്ക് നമുക്ക് ഒരല്പം തൈര് ഒഴിച്ചു കൊടുക്കാം. കട്ടത്തൈര് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതില്ല എങ്കിൽ ഏത് തൈരാണെങ്കിലും നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലും മതി. ഒരല്പം ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക്. മതി. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലി പുതിനയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് നോക്കി ദം ചെയ്യാനുള്ള സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം. നമുക്ക് നോക്കാം. നമ്മുടെ റൈസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദം ചെയ്യാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം, 1 ലെയർ. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. വിട്ട് വരുന്നുണ്ട്. അത് കറക്റ്റ് പാകമാണ്. കുഴയുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ വിട്ട് വരുന്നത്. നമുക്കിത് കംപ്ലീറ്റ്ലി ഈ ലെയർ ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ലെയർ വീണ്ടും ചിക്കൻ സെറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് റൈസ് സെറ്റ് ചെയ്യാം.
ഓരോ ലെയർ ഫില്ല് ചെയ്യുമ്പോഴും കാഷ്നട്ടും കിസ്മിസും ഇടാത്തത് നമ്മൾ ഓൾറെഡി റൈസിനകത്തും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളത് മേളിൽ മാത്രമേ ഗാർണിഷ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഇനി ഇതിന് മേളിൽ നമുക്കൊരല്പം മല്ലിയില വിതറാം. കാഷ്നട്ടും കിസ്മിസും ഫ്രൈഡ് ഓണിയനും നമുക്ക് ഇതിനൊപ്പം തന്നെ തൂക്കി കൊടുക്കാം മുകളിലായിട്ട്. അപ്പം അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി അത് കവർ ചെയ്ത് ഇതിന് മുകളിലേക്ക് നമുക്കൊരല്പം നെയ്യ് കൂടെ തൂക്കി കൊടുക്കാം. ഫോയിൽ പേപ്പർ വെച്ച് നമുക്കിത് കവർ ചെയ്യാം. നമുക്കിനി ഇതിന് മുകളിലേക്ക് നന്നായി കവർ ചെയ്തതിന് ശേഷം അടപ്പ് വെക്കാം. ഫോയിൽ പേപ്പർ വെച്ച് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് അടപ്പ് വെച്ച് വെയിറ്റ് കൊടുക്കാം. വെയിറ്റ് വയ്ക്കാം. നമുക്കിനി അടിയിൽ ഒരു 5 മിനിറ്റ് നേരം ഫയർ കൊടുത്ത് നമുക്ക് ഓഫ് ചെയ്യാം. സ്ലോ ഫയറിൽ നമ്മൾ സലാഡ് സെറ്റ് ചെയ്യാം. അതിനായി ഞാനിവിടെ കുറച്ച് കുക്കുംബർ എടുത്തിട്ടുണ്ട്. കുക്കുംബർ ആഡ് ചെയ്യാം. പിന്നെ ക്യാരറ്റ്, പിന്നെ അതിലേക്ക് വരുന്നത് സവോളയാണ്. ഒരൽപ്പം ടൊമാറ്റോ. നമ്മുടെ സലാഡിനുള്ള സാധനങ്ങളാണ് മല്ലിയില, കുക്കുംബർ, മുളക്, തക്കാളി, കറിവേപ്പില, സവോള. മിക്സ് ചെയ്യാം. അതിനു മുമ്പ് ഒരൽപ്പം ചെറുനാരങ്ങ സ്ക്വീസ് ചെയ്തൊഴിക്കാം. ഉപ്പ്. നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സലാഡ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ടേസ്റ്റിയാണ്. മാറ്റാം. അതിനുശേഷം അടപ്പും എടുക്കാം. നമ്മുടെ ഫോയിൽ പേപ്പർ മാറ്റാം. സ്മെൽസ് ഗുഡ്. നല്ല ഒരു ഫ്ലേവർ വരുന്നുണ്ട്. ആ ഓണിയൻ്റെയും കിസ്മിസിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നെയ്യുടെയും സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാം. നല്ല ലെയറായി ചിക്കനും റൈസും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. സൈഡായിട്ട് സലാഡും പിക്കിളും വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്